ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനറുകൾ കീറിയ കേസിലെ പ്രതി പിടിയിൽ. സക്കറിയ ബസാർ സ്വദേശി നിഹാറാണ് പിടിയിലായത്. ഇയാൾക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ് നിഹാർ. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, KC വേണുഗോപാലിന്റെ പോസ്റ്റർ കീറിയതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതി പിടിയിലാകുന്നു. ഇയാൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന് വ്യക്തമാകുന്നു. വിശദാംശങ്ങൾ. കോൺഗ്രസ് ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരുന്നു. ഇന്നലെ രാവിലെയാണ് ആലപ്പുഴ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ, ആലപ്പുഴ ആലുശ്ശേരി, സക്കറിയ ബസാർ, വട്ടപ്പള്ളി, കുന്നുംപുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ KC വേണുഗോപാലിന്റെ ബാനറുകളും പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ തന്നെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരു ഫ്ലെക്സ് ബോർഡ് കത്തിച്ച നിലയിൽ കണ്ടെത്തി. ഇത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചത് അമ്പലപ്പുഴ MLA H സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് ചെയ്തതെന്നുള്ള വലിയ ആരോപണം ഇവർ ഉന്നയിച്ചു. പക്ഷേ പ്രതി എന്താണെങ്കിലും പിടിയിലായിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ CA KP തോംസൺ നടത്തിയ അന്വേഷണത്തിലാണ്, അവിടെയുള്ള പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി നിഹാർ, 36 വയസ്സുകാരനായ നിഹാർ ഈ സക്കറിയ ബസാർ സ്വദേശി തന്നെയാണ്. ഇയാൾ 2 വർഷം മുൻപ് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞ കേസിലെ, മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഇയാൾക്കെതിരെ നിലവിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ മുതിർന്നതിന് വേണ്ടി നടത്തിയ നടപടി എന്ന രീതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രിയിലാണ് UDF പ്രവർത്തകർ നടത്തിയ തെരുവ് നാടകം CPIM പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയത്. അത് CPIM നേതാക്കളെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സർക്കാരിനെ അവഹേളിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആരോപിച്ചുകൊണ്ടായിരുന്നു അവിടെ CPIM പ്രവർത്തകർ എത്തി നാടകം അലങ്കോലപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ പുലർച്ചെയാണ് ആലപ്പുഴ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം തന്നെ 3 ദിവസങ്ങൾക്ക് മുൻപ് ആലപ്പുഴ നഗരത്തിലെ AN പുരത്തും ഈ രീതിയിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് നശിപ്പിച്ചിരുന്നു. നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. കക്ഷികൾ തമ്മിൽ വൈരം നിറയ്ക്കാൻ സാമൂഹ്യ വിരുദ്ധരും രംഗത്തുണ്ട്. ജാഗ്രത വേണം.